പട്ടാമ്പിക്ക് എത്താൻ വേണമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ കഞ്ഞിയും ചക്കത്തോരനും കഴിച്ചേ ഇറങ്ങായിരുന്നുള്ളൂ. നല്ലോരു തിരുവാതിര നാളാണേ ഉച്ചപ്പട്ടിനെ. കുഴപ്പമില്ല, ഇനിയിപ്പോ ഉച്ചത്തെ ചോറും രാത്രിത്തെ ചോറും ഒരുമിച്ച് കഴിക്കാണ്ടവാ. ഞാൻ പറഞ്ഞ ഇത്തിക്കണ്ണിയുടെ പുറത്ത് കയറി ഇത്തിക്കണ്ണി പേരും കള്ളനാ. എന്ത് കണ്ടുകൊണ്ട് പോകാനാണ് അവിടെ പണിഞ്ഞിരിക്കണേ? എന്റെ വിലപ്പെട്ടെന്ന് പറയുന്നത് അത് കൈവിട്ട് പോകുന്ന പേടിച്ചുള്ള കാവല്. നിന്റെ വിലപ്പെട്ടത് ഇവിടെ പരിശോധിച്ചിട്ട് പോയാ മതി. അയ്യൂട്ടാ കള്ള ആറ് കുഴപ്പമില്ലാത്ത തരം നോക്കിട്ട് എപ്പിടിക്കണം നിന്നെ. പണ്ടങ്ങളൊക്കെ ഒരുപാടുള്ളതാണേ. ഇങ്ങോട്ട് പണിക്കണോ നിന്നെ ഇവിടെ വെച്ചേക്കണേ. ഇങ്ങോട്ട് പണിക്കാം. കളവ് പിടികൂടി നമ്മളെ വല്യമാമ. ഇല്ല, തൽക്കാലമൊന്നും കണ്ടിട്ടില്ല. തക്ക സമയത്ത് നമ്മൾ വന്നോണ്ടാണേ. ഇനി വേറെ പരിശോധിച്ചോളൂ. പക്ഷേ കുട്ടി കക്കില്ല വല്യ മാമേ. കാരണം കക്കിടം തെറ്റാണെന്ന് എന്റെ നമ്പ്യാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങളതൊന്നും കുട്ടി കട്ടോട്ട് പോവില്ല. അല്ല, ഇതെന്താന്ന് വെച്ച് ഇവിടെ വന്നപ്പോ പിന്നെ അച്ഛനും അമ്മയും ഒന്നും വേണ്ടായി. വന്നു കയറിയ തന്നെയൊക്കെ കണ്ട ഭാഗം പോലും ഇല്ലാതെ. കണ്ടോ. അപ്പോൾ അമ്മയുടെ വിവരം മാത്രമേ നിനക്കറിയൂ. അച്ഛന്റെ വിവരം ഒന്നും അറിയണ്ടായോ? അച്ഛനും അമ്മയ്ക്ക് എല്ലാം സുഖം. അതെ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്തായാലും പൊന്നു പോണ നോക്കില്ലേ ഇവിടെ. പൊന്നിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാ എവിടെ പോണ്ട പൊന്നും പണ്ടൊക്കെ. ആ നന്നായി. ഒരുപാട് കള്ളന്മാരുള്ളതാണേ. അനിയൂട്ടനോ അങ്ങനെയായിക്കോട്ടെ. അമ്മാമ നല്ലൊരു തിരുവാതിരായിട്ട് നിൽക്കപ്പെട്ടയാ. അതെ ചേട്ടായി, അച്ഛന് അല്പം കഴിക്കിട്ടുണ്ട്. ആ പിന്നെ മോളെ ഇതാണ് കൗക്കിട്ടു. നിന്റെ അമ്മ വന്നിട്ട് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഊട്ടിയിൽ വന്നിട്ട് ഡോക്ടറിന് കൊടുത്തുവിട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്. പിന്നെ ആനിയനോട് കൊണ്ട് വേഗം വരാം. അച്ഛന് ഈ രാത്രി എന്നെ കോഴിക്കോട്ടെത്താൻ. കോഴിക്കോട്ടേക്ക് ഞാൻ അച്ഛനെ വിടത്തില്ല. ഇവിടുത്തെ ഏട്ടത്തിയുടെ മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടില്ലാലോ? ഇല്ല. മാമ്പഴ പുളിശ്ശേരിയും കൈപ്പക്കം കൊണ്ടാട്ടവും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് ഇവിടെ കൂടിയിട്ട് നാളെ പോയാൽ മതിട്ടോ. ഒറ്റപ്പാലത്തുകാരിയായിട്ട് വട്ടായിപ്പോയത് സംശയില്ല. ഒറ്റപ്പാലത്തുകാരിയായി പോയത്. ഹലോ, ഊണ് കഴിക്കാത്തതുകൊണ്ട് നാവ് ഉടക്കി പോയതാ നമ്പ്യാരെ. വെള്ളം കിട്ടാത്ത നാക്കിൽ കുടിയം കയറി എന്ന് പറഞ്ഞ മാതിരിയാ. ഈ ഇടം നിർത്തണേ ചേട്ടാ. ഞാനതല്ല, ചേട്ടാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിയൻ എങ്ങനെ ധരിപ്പിക്കുമെന്നാണ്. അത് ഉണ്ടായിട്ടൊരു ചിന്തിക്കാൻ പറ്റി തുറന്നങ്ങോട്ട് പറയുന്നേ. അതിന് ഭയം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷേ ചെറുക്കല്ല വിചാരം ചേട്ടനേതോ ഏറ്റുമാനൂരപ്പനാണ്. ആ കാരണം തിരിച്ചില്ലേ കഷ്ടപ്പെടാൻ പോണത് നമ്പ്യാരുടെ മോളാ. പിന്നെ കുട്ടികൾക്കും നമ്പ്യാർക്കും ചെറുക്കനെ പറ്റിച്ച് തിന്നു നല്ല മുഴുപ്പായി ചേട്ടായി സുഖമല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് ആയിരിക്കുമല്ലോ. ചുമ്മാ നിന്നൊരു സുഖമല്ലയോ? ഈ കാര്യങ്ങളൊക്കെ തന്നെ അനിയനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഇവര് ഒരുമിച്ച് നിന്നാലേ അനിയനും നന്നാവില്ല, അവന്റെ ഏട്ടനും നന്നാവില്ല. പൊന്നു കായ്ക്കണം മനായാലും പുരയ്ക്കും മീരെ വളർന്നാലും മുറിച്ചു മാറ്റണം എന്നല്ലേ പറയാ. മുറിച്ചു മാറ്റണം. ഉണ്ണാമേ, അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അതിന് അമ്മാമ
കൂടെ പോരണമെന്ന് നമ്പ്യാര് പറഞ്ഞുകൊണ്ട് കൂടെ പോന്ന, അല്ലാതെ ആരെ കുറിച്ചും കുശുമ്പും പോലും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തിനാ ചേട്ടാ ഈ ചുമ്മാ കുമ്പളഞ്ഞാ കേട്ട വളരാവുന്നത്? അതെ മക്കളെ, എങ്ങനാ മറ്റേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? തരക്കേടില്ല എന്ന് വെച്ചാൽ വലിയ മെച്ചമൊന്നും. എങ്ങനെ മെച്ചുണ്ടാവാനാ നമ്പ്യാരെ? കിട്ടണമൊക്കെ ചെലവ് ചെയ്യാനല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, കൊടുത്ത കുറച്ച് കാശ് കിട്ടാൻ അതിനെല്ലാം ലീഗലായിട്ട് നീങ്ങുന്നു. എന്തോന്ന് ലീഗല്? എടോ വക്കീലന്മാർക്ക് കൂടെ കാശ് കൊടുക്കാവുന്നല്ലാതെ കോടതി വിധിയായിട്ട് കാശ് കിട്ടാൻ വലിയ പാടാണ്. ഈ കിട്ടാത്തടം വാങ്ങാൻ പറ്റിയ പിള്ളേർ എന്റെ കൈവശമുണ്ട്, ഞാനത് വിട്ടുതരാം. വക്കീലിന് കൊടുക്കുന്ന കാശിലെ പകുതി കാശ് കൊടുത്താൽ മതി. അവർ കുത്തിനെ പിടിച്ച് കാശ് വാങ്ങി വീട്ടിൽ കൊടുക്കും. ഞാനായിരിക്കും നീങ്ങണ്ടെന്ന് കരുതി. നീങ്ങണം. സ്വന്തം കീശയിലെ കാശ് മറ്റുള്ളവർക്ക് ആരും ചെയ്യാനുള്ളതല്ല. എന്റെ കൊച്ചിന്റെ പൊന്നു വെച്ച കാശ് ഇപ്പൊ നാട്ടുകാരുടെ കയ്യിലായോ? ഈ ചേട്ടന്റെ അനിയനാവാൻ നോക്ക. അത് പിന്നെ പെട്ടെന്നൊരു സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ അതൊന്നും കുഴപ്പമില്ലാവേ. ഇതെല്ലാം സാധാരണ പതിവുള്ളതാ. പക്ഷേ ഒരു പിടിപ്പ് വേണം. ഏതൊരു കാര്യത്തിനും ഒരു പിടിപ്പ് വേണം. അത് തന്നെയാണല്ലോ എന്റെ കുട്ടിക്ക് പോയതും. അങ്ങനെയൊന്നുമില്ല, കൊടുത്ത കാശ് ഞാൻ തിരിച്ചു വാങ്ങിക്കും. അത് നന്നരസം പറഞ്ഞ പിഴയ്ക്കാണെങ്കിൽ അങ്ങനെ. ഈ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും. ഒരു പോലീസ് വേണം മക്കളെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പിള്ളേർ എന്റെ കൈവശമുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നല്ലോ എന്റെ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? എടോ പ്രശ്നം തന്നെ കേൾക്കാൻ. ഉള്ള കാര്യങ്ങളെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ പോലും പറഞ്ഞു കൊടുക്കുന്ന എനിക്കില്ല. മക്കളെ, നീ ചെന്ന് ഞാനിരിക്കുന്ന കുരുകിനെ കുറിച്ച് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഞാനേ ഒന്നുപോലെ വാദ്യ മോളെ വന്ന അവള് കണ്ണീര് കുടിച്ചത് കാണാൻ എനിക്ക് പറ്റത്തില്ല. നന്ദിയൊക്കെ പേടിക്കണ്ട, ഞാൻ കിട്ടിയതിന്റെ പേരിൽ അവൾ ഒരിക്കലും കണ്ണീര് കുടിക്കേണ്ടി വരില്ല. നീ ഇത് എന്നാ കണ്ടിട്ടാ? അല്ലെ എനിക്ക് അറിയാൻ ചോദിക്കാം, നീ ഇത് എന്നാ കണ്ടിട്ടാ? മക്കളെ, ഇന്ന് നിനക്ക് മാസം നല്ലൊരു സംഖ്യ വരുമാനമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ നിന്നും ഒരു രൂപ പോലും മിച്ചം വെക്കാൻ കഴിയാത്ത ചെലവ് നിനക്കുണ്ട്. കൊണ്ടേ ഇതെല്ലാം മാർക്ക് വേണ്ടിയാണ്, നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? അല്ല, പിന്നെയോ നിന്റെ ചേട്ടന്റെ കടം കിട്ടാനും അയാളുടെ കുടുംബം കിട്ടാനും വേണ്ടി. ഒന്ന് പതുക്കെ ഉണ്ടാകട്ടെ. ഇവിടെ കാര്യം പറയും, ഞാൻ എന്നെ ശബ്ദം പറയുന്നേ. അതുകൊണ്ട് ഇനിയിപ്പോ നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കൊണ്ട് കാശുണ്ടാക്കി നിങ്ങൾക്കൊരു മക്കളുണ്ടായി. അതൊരു 5-6 വയസ്സാകുമ്പോ നിന്റെ ചേട്ടന്റെ മൂത്ത മോൾ കല്യാണം പറയുന്ന അന്ന് ഒരു 19,000 രൂപ ഡൊണേഷൻ കൊടുത്ത് ഏതെങ്കിലും കൊള്ളാവുന്നൊരു വഴി കൊടുത്ത് നീ നിന്റെ സ്വന്തം കൊച്ചിനെ ചേർത്തു. അതോ ചേട്ടന് വേണ്ട കല്യാണം നടത്തും. ഏട്ടന്റെ കുട്ടികളെ കല്യാണം നടത്തും. എന്നിട്ട് ഇവന്റെ കുട്ടീനെ 10 മാപ്പിള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. അതുകൊണ്ട് തീർന്നല്ലേ ചേട്ടാ ഈ ഒരു പ്രശ്നങ്ങൾ. പിന്നെയും വരിയല്ലേ ഇന്ന് ജാതിയായിട്ട് 3-8 പ്രായമായിട്ട്. മക്കളെ, ഇതെല്ലാം നീ എവിടെ നിന്ന് വേണം നടത്തുമെന്നാണ്. ഞാനും ആലോചിച്ചിട്ടൊരു എത്തുമ്പടി കിട്ടാത്ത കാര്യങ്ങളാണ് എന്ന് വെച്ച ഏട്ടനെ. ഏറ്റവും കൂടുതൽ തിരിയാത്ത കുട്ടിയല്ലേ നിന്റെ ഏട്ടൻ. അവൻ കുട്ടിയല്ല, പൊട്ടനുമല്ല, മിടുക്കനാ. നിന്നെ വെച്ച് ജീവിക്കാൻ അവന് നല്ലോണം അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്കെങ്കിലും ശ്രമിക്കെങ്കിലും ചെയ്യില്ലേ? അതെ, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നീ വീട്ടിൽ നിന്ന് ഏട്ടന് കണ്ടു, അയാൾ നിങ്ങളുടെ കുടുംബം പോയിട്ട് വന്നു. അതെ ചേട്ടായി, ചേട്ടായി പറഞ്ഞായിരിക്കും. ഞാനറിയാം, തലവഴിത്തലപ്പെട്ട് സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു വെച്ച് കടങ്ങളെല്ലാം നിന്നെ കൊണ്ട് വീട്ടിക്കേടാ. ഏട്ടൻ അങ്ങനെ ചെയ്യോ? കടോ. അപ്പൊ നിനക്കും സംശയമുണ്ട്. അതെ, ഇനി ഞാനൊരു സംശയം ചോദിച്ചോളൂ. ഈ വീടിന്റെ ആധാരം ആരുടെ കയ്യിലാണ്? പറഞ്ഞു കൊടുക്കാതെ എവിടെയാണ്? ബാങ്കിൽ പണം. ബാങ്കിൽ അവൻ പണം വെച്ച് ലോൺ എടുക്കുന്നതാ. അതെ, നിങ്ങൾക്ക് 2 പേർക്കും ആവശ്യപ്പെട്ട ഈ സ്വത്ത് അവൻ ബാങ്കിൽ പണം വെച്ച് ലോൺ എടുക്കുന്നത് ആവശ്യത്തിന് വേണ്ടിയോ അവൻ നിന്നോട് യോജിച്ചു? അന്നൊക്കെ ഞാൻ കുട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് നീ കുട്ടിയാണല്ലോ, അതിന്റെ പദവിയും നീ കാണിക്കണ്ടേ? നിന്റെ കേരളം നിനക്ക് സ്നേഹിക്കാം, പക്ഷേ അത് എന്റെ കുട്ടിയുടെ ജീവിതം തുലച്ചുകൊണ്ട് ആരെങ്കിലും നിർബന്ധമാണ്. നിനക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ഇപ്പൊ അവന് വേണ്ടി നീ ചെയ്യുന്ന സഹായങ്ങൾ നിർത്താന്നുള്ളതാ. അപ്പൊ അയാൾ പണിയെടുത്തോളൂ. പിന്നെ അവനൊട്ട് നന്നാവില്ല, നിന്നങ്ങോട്ട് നഷ്ടേ ചെയ്യും. എന്ന് വെച്ച് എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുക? ഏട്ടന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൺമുമ്പിൽ കാണുമ്പോ അതൊക്കെ കണ്ടില്ല എന്നടിക്കാനുള്ള മനസ്സെനിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ ചേട്ടന്റെ ബുദ്ധിമുട്ടുകൾ കൺമുമ്പിൽ കാണുമ്പോഴല്ലോ പ്രശ്നം. ചേട്ടാ, അവൻ ഞാൻ കാണാതിരുന്ന പോലെ
മക്കൾ മനസ്സിലായില്ലേ? നിന്നെ രണ്ടുപേരും പിരിയാൻ താമസിക്കുക. കല്യാണം കഴിഞ്ഞാല് സഹോദരങ്ങളും ആൾ താമസിക്കണമെന്ന് ആഗ്രഹപ്പാ. എന്ന് വെച്ച് നിന്റെ കേരളം ഇവിടുന്ന് തുണിയിറക്കൊന്നും വേണ്ട. ഈ കാണുന്ന വീടും സ്വന്തം അയാൾ എടുത്തോളൂ. പകരം പട്ടണത്തിൽ നല്ലൊരു വീട് കണ്ടെത്തി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് താമസം മാറ്റുക. അത് പിന്നെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാനിവിടെ ഏട്ടന്റെ ഏട്ടത്തിയുടെ കൂടിയാണ് അച്ഛനായിട്ടും അമ്മയായിട്ടും പത്ത് യാത്ര ഉണ്ടാകാൻ കഴിയുന്ന പേര് കാണാമെന്നില്ല. ഞാൻ എന്റെ മോളിൽ നിന്ന് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാക്കാച്ചിന് പോകാൻ വരാത്ത അച്ഛൻ അമ്മ അമ്മായി അമ്മ എന്നുള്ള സെന്റിമെന്റ് വെച്ചല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ കാര്യം കേട്ടിട്ട് ഞാൻ പട്ടണയിലേക്ക് എടുക്കും വരുന്നേ എന്റെ മോളുടെ ജീവിതം പരീക്ഷണത്തിൽ വിട്ടുതരാം. ഞാൻ തയ്യാറല്ല. ഇനി അഥവാ നീ ചവിട്ടിയർത്തങ്ങൾ നിൽക്കുന്നെങ്കിൽ മക്കളെ നാരായണ നമ്പിയോട് നോക്ക്, ഇനിയും കിട്ടും നാട്ടിലുള്ള ഭർത്താവിനെ. ഇപ്പൊ അതാ നല്ലത്. അപ്പോ വരുമാനെ ഉടനെ ഒരു മാറ്റം വരും. ഒരു ചെറിയ മാറ്റം. രണ്ടു തരം അച്ഛനാരേരാണെന്ന് ഉറപ്പിച്ചു. ചേട്ടായി ചേട്ടായി നടക്ക്.